സഞ്ചരിക്കുന്ന റേഷൻ കട ചെങ്ങറ സമരഭൂമിയിലും ഇനിയെത്തും. സംസ്ഥാനത്തെ 149ാമത്തെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഫ്ളാഗ് ഓഫും ഉദ്ഘാടനവും ചെങ്ങറയിൽ മന്ത്രി ജി.ആർ. അനിൽ നിർവഹിച്ചു. ഉന്നതികളിലും ഉൾപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് റേഷൻ കടകളിൽ എത്തിച്ചേരാനുള്ള പ്രയാസം മനസ്സിലാക്കിയാണ് സർക്കാർ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ആരംഭിച്ചത്. ചെങ്ങറ സമരഭൂമിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങിയത് LDF സർക്കാരാണ്. വിവിധ ആനുകൂല്യങ്ങൾ ഇതിനോടകം പിണറായി സർക്കാർ ഉറപ്പാക്കി. സമരഭൂമിയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തുടർന്നും ഉറപ്പാക്കാൻ ഇടപെടുമെന്നും കോന്നി MLA KU ജനീഷ് കുമാർ പറഞ്ഞു. അതെ, ചെങ്ങറ സമരഭൂമി നമുക്കെല്ലാം അറിയാം. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അധികാരികൾ ഇവിടേക്ക് എത്തുന്നത് ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവർക്ക് മതിയായ എല്ലാ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ ആധാറും റേഷൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ നൽകി. അതിനുശേഷം റേഷൻ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും സൗകര്യമാകുന്ന നിലയിൽ ഈ പ്രദേശത്ത് ഇവിടെ തന്നെ എത്തി റേഷൻ വിതരണമാണ് ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നത്. ഇനിയും ധാരാളം പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചെങ്ങറ നിവാസികളും സർക്കാരിന് നന്ദി അറിയിച്ചു. സ്വാഗതം ചെയ്യുന്നു. ചെങ്ങറ സമരഭൂമിയിൽ 10-20 വർഷമായി ഞങ്ങൾ അനുഭവിച്ച വേദനകൾ മനസ്സിലാക്കി ഗവൺമെൻറ് ഇങ്ങനൊരു നടപടിയെടുത്ത് ഞങ്ങൾ അങ്ങേറ്റം സന്തോഷിക്കുകയും ആ ഗവൺമെൻറ്റിനോട് എന്നും കടപ്പെട്ടവരായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. തുടർന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരമായി ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ MLA അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ സംസ്ഥാനത്ത് 5 വർഷത്തിനുള്ളിൽ 6.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് മുൻഗണനാ കാർഡ് വിതരണം ചെയ്തത്. ഇതുവഴി മുൻഗണനാ കാർഡ് ലഭിച്ചവർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനും സാധിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.